ഹലോ മേഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിരുന്ന രാഹുൽ കെ.പി. ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണല്ലോ ഒഡീഷ എഫ്.സിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത്. ISL-ൽ ഇന്നൊരു തീപ്പൊരി പോരാട്ടം നടക്കുകയുണ്ടായി. ചെന്നൈ FC വേഴ്സസ് ഒഡീഷ എഫ്.സി. തീർച്ചയായിട്ടും രാഹുൽ കെ.പി. ഈ ഒരു മത്സരത്തിൽ ഒഡീഷ എഫ്.സിക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് ഹീറോയായി മാറുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. മറീന അറീന സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ്.സിയും അതുപോലെ തന്നെ ചെന്നൈ എഫ്.സിയും തമ്മിലുള്ള ആവേശകരമായിട്ടുള്ള മത്സരം 2-2 സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അവസാന നിമിഷം ഇഞ്ചുറി ടൈമിന്റെ ഏറ്റവും അവസാന നിമിഷം സമനില ഗോൾ വന്നത് രാഹുൽ കെ.പി.യുടെ ഒരു ഷോട്ടിൽ നിന്നായിരുന്നു. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ കളിയുടെ 80-ാം മിനിറ്റ് വരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ലീഡ് നേടിക്കൊണ്ട് ചെന്നൈ എഫ്.സി വിജയത്തിലേക്കെന്ന് ഉറപ്പിച്ച സമയമായിരുന്നു. മാത്രമല്ല കളിയുടെ 97-ാം മിനിറ്റ് വരെ ഇഞ്ചുറി ടൈമിന്റെ ഏറ്റവും അവസാന നിമിഷം വരെ 2-1 ചെന്നൈ എഫ്.സി മുമ്പിൽ. പക്ഷേ ഒഡീഷ എഫ്.സിക്ക് സമനില ഗോൾ വേണമായിരുന്നു. ഈ ഒരു മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിലാണ് അവസാനിക്കുന്നത്. പിന്നീട് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ തുടർച്ചയായി ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് വിൽമർ ജോർദാൻ ഗില്ലിലൂടെ മറീന മച്ചൻസ് 2-0 മുന്നിലെത്തുന്നു. പക്ഷേ ഒഡീഷ എഫ്.സി പിന്നീട് കളിയുടെ അവസാന നിമിഷങ്ങളിൽ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന്റെ 80-ാം മിനിറ്റിൽ ഡീഗോ മറീഷ്യയുടെ അസിസ്റ്റിൽ നിന്ന് ഡോറി ഒഡീഷ എഫ്.സിക്ക് വേണ്ടി ഒരു ഗോൾ മടക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കളിയുടെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പോലും, അതായത് ഇഞ്ചുറി ടൈമിന്റെ ഏറ്റവും അവസാന സെക്കൻഡുകളിൽ പോലും ചെന്നൈ എഫ്.സി തന്നെയായിരുന്നു ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് രാഹുൽ കെ.പി. ഹീറോ ആയി മാറുന്നത്. രാഹുൽ കെ.പി.യുടെ അതിസുന്ദരമായിട്ടുള്ള ഒരു ബൈസൈക്കിൾ കിക്ക് ബാക്ക് വോളിയാണ് പോസ്റ്റിൽ തട്ടിക്കൊണ്ട് പിന്നീട് ഗോൾ കീപ്പറിന്റെ ശരീരത്തിൽ തട്ടി ഗോളായി മാറുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് നോക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ആ ഒരു ഗോൾ തീർച്ചയായിട്ടും രാഹുൽ കെ.പി.യുടെ പേരിലല്ല ഉള്ളത്. പക്ഷേ അങ്ങനെ ആ ഒരു സമയത്ത് രാഹുൽ കെ.പി. അങ്ങനെ ഒരു ഷോട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് ഒഡീഷ എഫ്.സി സമനില ഗോൾ കണ്ടെത്തിയതും തീർച്ചയായിട്ടും പരാജയം ഒഴിവാക്കിയതും. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ഒരു ഗോൾ ചെന്നൈ എഫ്.സി താരത്തിന്റെ ഓൺ ഗോൾ ആയിട്ട് കൊണ്ടാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഡെബ്യൂ മാച്ചിൽ തന്നെ ഹീറോ ആയി മാറിയിരിക്കുന്നു രാഹുൽ കെ.പി. മലയാളി താരം പൊളിച്ചടുക്കിക്കൊണ്ട് ഒഡീഷ എഫ്.സിയെ പരാജയത്തിൽ നിന്നും സമനിലയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കൈയടിക്കണം രാഹുൽ കെ.പിക്ക്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.